ഞാൻ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ഇതും പിടിച്ചിട്ട് എവിടേക്കാ പോണെന്ന് അറിയോ? പോണത് അറിയാനായിട്ട് മുന്നേ ആദ്യം എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ? കിച്ചൺ വേസ്റ്റ് തന്നെയാണ്. എൻ്റെ വീട്ടിൽ കിച്ചണിൽ വരുന്ന വേസ്റ്റ് ഒന്നും ഇതുപോലെ കളയാറില്ല കേട്ടോ. അതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നീട് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടോ ചെയ്യാം. പണ്ടൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ, പശുവിൻ്റെ ചൊറിച്ചിൽ മാറും കാക്കയുടെ വിശപ്പ് മാറും എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീടിൻ്റെ ചുറ്റോറും വൃത്തിയുടെ അകത്തുമില്ല. നമുക്ക് എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നന്നായി തഴച്ചു വളരും ചെയ്യും കേട്ടോ. അപ്പം എൻ്റെ വീടിൻ്റെ ചുറ്റോറും സ്ഥലം കുറവായതുകൊണ്ട് ഞങ്ങൾ ടെറസിൻ്റെ മേലെയാണ് കേട്ടോ എല്ലാം ഉള്ളത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് സ്പ്രിംഗ് ഓണിയൻ കേട്ടോ. നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന സവാള എന്തെങ്കിലും ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കുത്തിയിട്ടിട്ടുണ്ടായതാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഈ കൊടുന്നിട്ടുള്ള ഈ വേസ്റ്റൊക്കെ ഓരോന്നിൻ്റെയും കടക്കിൽ കൊണ്ടുപോയിട്ടിട്ട് എല്ലാത്തിൻ്റെയും കടക്കിൽ കൊണ്ടുപോയി ഇടും കേട്ടോ. അങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്യാറുള്ളത്. അങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ട് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ട ഒരു കുഞ്ഞി തൈ നിൽക്കുന്നത് അതാണ് തക്കാളി തൈ. അത് ഇതുപോലെ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് തന്നെ മുളച്ചിട്ടുണ്ടായത്. പിന്നെ മുന്തിരി തൈയും അതുപോലെ വള്ളിച്ചെടികളില്ലേ, കുമ്പളങ്ങ, കോവയ്ക്ക അങ്ങനെയുള്ളതൊക്കെ പടർന്ന് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്രില്ലിട്ടിട്ട് വലയിട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഡ്രാഗൺ ഫ്രൂട്ടും പടർന്നിട്ടുണ്ട്. ആൾക്കും ഒരു ഉപകാരമായി. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു 3-4 വട്ടം ഞങ്ങൾക്കത് ഫ്രൂട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും പറയും ഡ്രാഗൺ ഫ്രൂട്ട് ഒരു വികാരം ഇല്ലാത്തൊരു ഫ്രൂട്ടാണെന്ന്. പക്ഷെ ഞങ്ങളുടെ ഇത് എന്തോ നല്ല ഉള്ളിൽ റെഡ് കളറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരമുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണത്. പിന്നെ ഞങ്ങൾ ഇത് ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാത്ത കാരണം ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതിനെ പറ്റി വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ.